മനുഷ്യനെ വിമലീകരിക്കുവാൻ, വിപ്ലവകാരിയാക്കുവാൻ, വിജ്ഞാനിയാക്കുവാൻ മാത്രമല്ല വിശ്വമാനവനാക്കാനും കഴിയുന്ന ആയുധമാണ് കല. ആഹ്ലാദിപ്പിക്കാനും അഭിരമിപ്പിക്കാനും മാത്രമല്ല അറിവുള്ളവരാക്കാനും കലയ്ക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഏത് വിജ്ഞാന പ്രക്രിയയും സർഗാത്മകവും പുരോഗമനപരവുമായ ഒരു കലാരൂപം കൂടി തന്നെയാണ്. ഓർമ്മകളുടെയും അറിവിൻ്റെയും ഈ കലാവർത്തമാനത്തിലേക്ക് സ്വാഗതം. യൂണിടേസ്റ്റ് അശ്വമേധം പ്രസന്റഡ് ബൈ സുപ്ര പസഫിക് ആൻഡ് ഭീമ ജുവലറി. ഈ ദിവസം ഈ വേദിയിലേക്ക് കടന്നു വരുന്ന വ്യക്തിക്ക് വിമലീകരിക്കുവാനും വിത്തബോധമുള്ള മനുഷ്യനാക്കുവാനും കലയ്ക്ക് കഴിയും എന്ന എൻ്റെ ആദ്യ പ്രയോഗവുമായി ഒരുപാട് ശക്തമായ ബന്ധമുണ്ട്. അറബിക് കഥ പോലെ മലയാളത്തിൻ്റെ സംഗീത ഹൃദയത്തിലേക്ക് കടന്നു വന്ന ഒരുപാട് മനസ്സുകളെ കീഴടക്കിയ ഒരു സംഗീതജ്ഞനാണ് ഈ വേദിയിലേക്ക് ഇന്നെത്തുന്ന ആദരണീയനായ അതിഥി. സർവോപരി ലതകൾ കുനിയുന്നു ഫലാഗമത്താൽ എന്ന കവിവാക്യം അന്വർത്ഥമാക്കിക്കൊണ്ട് ഏറെ ഉയരങ്ങളിലേക്ക് പോകുന്തോറും തന്നിൽ സ്വതസിദ്ധമായ വിനയബോധത്തെ വളരെ ശക്തമായി തന്നെ തൻ്റെ ജീവിതചര്യയാക്കി മാറ്റിയ ഒരു കലാകാരൻ. പരിചയപ്പെടുന്നവരുടെ എല്ലാം ഹൃദയത്തിൽ നിമിഷനേരം കൊണ്ട് ഇടപിടിക്കുന്ന ഒരു മനുഷ്യസ്നേഹി, ഒരു തികഞ്ഞ പരഹൃദയ സ്വാംശീകരണമുള്ള വ്യക്തി. 5 തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, 1 തവണ ദേശീയ പുരസ്കാരം. മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ ആ സംഗീത സംവിധായകനെ, ആ ഗായകനെ, ആ പ്രതിഭയെ ഈ വേദിയിലേക്ക് നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ബിജിപാൽ, പ്ലീസ് വാക്ക് ഇൻ. ബിജി, വളരെ 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 സന്തോഷം താങ്കൾ അശ്വമേധത്തിൻ്റെ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നത്. അറബിക് കഥയായിരുന്നു സിനിമയിൽ ആദ്യമായി, അല്ലെ? അനിൽ പനച്ചൂരാൻ്റെ. അനില് പണ്ട് അശ്വമേധത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു മറ്റൊരു സീസണിൽ. മാത്രമല്ല അനില് കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ വിവിധോദ്ദേശീയ കേന്ദ്രമായ വൈലോപ്പള്ളി സംസ്കൃതി ഭവനിലെ സാരഥിയായി കുറച്ചു കാലം ഉണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ടിപ്പോൾ ആ സ്ഥാനത്ത് ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. വല്ലാത്തൊരു ആക്സിഡൻ്റൽ കോയിൻസിഡൻസ് ആണ്. ബിജി, അശ്വമേധം പണ്ട് കാണാറുണ്ടായിരുന്നു? പിന്നെ ഞങ്ങൾ വീട്ടിലെ കളിക്കുമായിരുന്നു. എല്ലാ വീടുകളിലും ആ സമയത്ത് ഇങ്ങനെ നേരം പോക്കായിട്ട് കളിക്കുമായിരുന്നു. അല്ല, ആ രീതിയിൽ ഇതൊരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു. കാരണം ആളുകൾക്കൊരു പുതിയ വിനോദത്തെ സമ്മാനിച്ച ഏറ്റവും പുതിയ, അതായത് ഇപ്പോൾ ഈ കസേരയിലേക്ക് ഇരിക്കാൻ എത്തുന്നതിന് മുൻപ് ഏറ്റവും അവസാനമായി പൂർത്തീകരിച്ച സിനിമ ഏതാണ്? ഏറ്റവും അവസാനമായിട്ട് പൂർത്തീകരിച്ചത് ശരിക്കും ഒരു തെലുഗു മൂവിയാണ്. ഒരു ചെറിയ മൂവിയാണ്, വാരാഹി എന്നാണ് പേര്. പ്രവീൺ രാമരാജു എന്നാണ് സംവിധായകൻ്റെ പേര്. അതാണിപ്പോൾ ഒരുപക്ഷെ മിനിങ്ങാൻ സെഷൻ കൊടുത്തതെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ പാട്ട് സിനിമയിൽ, പാട്ട് അതിനു മുൻപ് കുട്ടിക്കാലം മുതൽ, സിനിമയിൽ ആദ്യത്തെ പാട്ട് അറബിക് കഥയിൽ. അതൊന്ന് മൂളാം, ബുദ്ധിമുട്ടില്ലെങ്കിൽ. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും, തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും, വിടുവായൻ തവളകൾ പതിവായി കരയുന്ന നടവരമ്പോർമയിൽ കണ്ടു, വെയിലേറ്റു വാടുന്ന ചെറുമികൾ തേടുന്ന തണലും തണുപ്പും ഞാൻ കണ്ടു. പാട്ടുകാരോട് വല്ലാത്ത ആരാധനയും അസൂയയും ഒക്കെ ഉണ്ട്. പക്ഷേ ബിജി പാടുമ്പോൾ എനിക്ക് തോന്നുന്നതാണോ എന്നറിയില്ല, ഇപ്പം നടവരമ്പ് എന്ന് ബിജി പറയുമ്പോൾ ഒരു കവി പറയുന്നത് പോലെ. ബിജിയുടെ ആലാപനത്തിൽ എപ്പോഴും കവിതയുടെ ഒരു ഭാവം കിടപ്പുണ്ട്. അതുകൊണ്ടാകാം വളരെ വല്ലാതെ കണ്ട് അടുപ്പം തോന്നുന്നത്. ഉറപ്പായിട്ടും കവിത വായിക്കാറുണ്ടായിരുന്നു? ഇഷ്ടമാണ്. പിന്നെ കവിത ഇഷ്ടമാണ്, കവികളെ ആരാധനയാണ്. കാരണം കവികൾ അന്വേഷിച്ചത്ര വികാരങ്ങൾ ഒരു മനുഷ്യനും അന്വേഷിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രയധികം എന്നാലേ അവർക്കത് എഴുതാൻ പറ്റുള്ളല്ലോ. എഴുത്ത് തന്നെ അവരുടെ ഒരു അന്വേഷണമാണല്ലോ.
പൂർത്തീകരിക്കാത്ത ഏതോ ഒരു അന്വേഷണം, അതിൻ്റെ ഒരു സഞ്ചാരമാണ് അവരുടെ കവിതകൾ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ബിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത ഏതാ? അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ പാരമ്പര്യ കവിതയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിന്താവിഷ്ടയ സീതയാണ്, ഉറപ്പായിട്ടും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഉറപ്പായിട്ടും ചിലത് പലതും, കുഞ്ഞിരാമൻ നായരുടെ ആയാലും ഇപ്പുറത്ത് റഫീഖേട്ടനായാലും രാമനായാലും അങ്ങനെ. പി രാമൻ്റെ കവിതകൾ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ദാറ്റ് മീൻസ് ആശാനിൽ നിന്നും രാമനിലേക്ക് വരെ നീളുന്ന വായനയുണ്ട്. അൻവറിൻ്റെ കവിതകൾ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. അല്ല, ആസ്വാദനേ ഉള്ളൂ. കാരണം അതുകൊണ്ട് നമുക്ക് അങ്ങനെ വേലിക്കെട്ടുകളില്ലല്ലോ, ഇന്നതാണ് ബെറ്റർ എന്നുള്ള ഒരു ഇതില്ല, നിയന്ത്രണമില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. മാത്രമല്ല ബിജിയുടെ ഉച്ചാരണത്തിൽ വല്ലാത്തൊരു കാവ്യ ബോധം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒരു പക്ഷേ അതിനുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം. കവിതകൾ ഇഷ്ടമാണ്, കവിതകൾ പാട്ടിലൂടെ വരുന്നതും ഇഷ്ടമാണ്. അല്ലാതെ വായന ഒരു പക്ഷേ സ്ഥിരമായൊരു പരിപാടിയല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ കവിതകളിൽ അല്ലേ നമ്മൾ ചെയ്യേണ്ട പാട്ടുകളിൽ താങ്കളുടെ തന്നെ കവിത ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മളുടെ സിനിമയിൽ സ്വർണ്ണ മത്സ്യങ്ങളിൽ. മൂളാമോ? മൂള. ഒരു സ്വാർത്ഥമായ ആഗ്രഹമാണ്. ഉറപ്പായിട്ടും അതൊരു ഭാഗ്യമാണ്. സ്വർണ്ണ മത്സ്യങ്ങൾ എന്ന പേരിൽ 2020 സംവിധാനം ചെയ്ത സിനിമയിൽ ഒരു ചെറിയ 8 വരിയുള്ളൊരു പാട്ട് ഞാനാണ് എഴുതിയത്. അപ്പോൾ അത് പാടിയതും സംഗീത സംവിധാനം നിർവഹിച്ചതും ബിജിയാണ്. അപ്പോൾ ഒരു വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യമാണ്. ബിജി അത് പാടിക്കേട്ടാൽ ഏറ്റവും സന്തോഷിക്കുന്ന ആളായിരിക്കും ഞാൻ. അല്ല, ഇപ്പോൾ വേണ്ട, നമുക്ക് ഇപ്പോൾ ബിജിക്ക് ഈ മത്സരത്തിലൊരു ചലഞ്ചുണ്ട്. പഴയ അശ്വമേധത്തിൽ നിന്ന് ഇപ്പോൾ ഉള്ളൊരു ചെറിയ വ്യത്യാസം. അത് പണ്ട് ആളുകളൊക്കെ അശ്വമേധം ഒരുപാട് കാണുമെങ്കിലും അശ്വമേധത്തിൻ്റെ ഇടവേള ഒരു ഷെഡ്യൂൾ കഴിഞ്ഞതിന് ശേഷം, ഇപ്പോൾ 8 വർഷങ്ങൾക്ക് ശേഷമാണല്ലോ, 8-9 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അന്ന് പലരും എന്നോട് ചോദിക്കുന്ന, ഒരുപാട് സന്തോഷത്തോടെ ഇത് കാണുന്നവർ ചോദിക്കുന്ന ഒരു പരാതി, പ്രദീപ് ഈ എസ് ഓർ നോ ചോദ്യങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ച ആളിനെ കണ്ടെത്തുന്നത് ഒരു ഗെയിമാണ്, ഒരു രസമുള്ള കാര്യമാണ്, മറ്റാരും ചെയ്യുന്നുമില്ല. പക്ഷേ നിങ്ങൾ പെട്ടെന്ന് തട്ടിപ്പോകില്ലേ? നിങ്ങൾ തട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ താല്പര്യം ആളുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളുടെ പ്രോഗ്രാം കൊണ്ട് എന്ത് സംഭാവനയുണ്ടായി? സത്യത്തിലില്ല. സത്യത്തിൽ അശ്വമേധം ആദ്യകാലങ്ങളിൽ ഞാൻ കണ്ടെത്തുന്നത് മാത്രമാകുമ്പോൾ കണ്ടെത്താനുള്ള ത്വര മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്നില്ല, വിചാരിക്കാനുള്ള ത്വര മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു പുതിയ രൂപത്തിൽ ആദ്യ സെഗ്മെൻറ്റ് സൂചനകളിൽ നിന്നൊരാളെ കണ്ടെത്താനുള്ള ഷെർലക് ഹോംസ് ആകാൻ മറ്റുള്ളവരെ കൂടി പ്രേരിപ്പിക്കുന്ന ഒന്നായി മാറിയത്. അതിനെവിടെയൊക്കെ ഒരു ത്രില്ലർ സ്വഭാവമുണ്ട്. നമ്മുടെ എല്ലാം കുട്ടിക്കാലത്തെ വായന തുടങ്ങിയത് എങ്ങനെ ഡിറ്റക്റ്റീവ് നോവലിൽ നിന്ന് തന്നെയല്ലേ, അല്ലേ സത്യത്തിൽ? അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് ഷെർലക് ഹോംസ് സ്റ്റൈൽസ് ആയിരിക്കും. അവിടെ പോകാനും പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് എന്ന സങ്കല്പത്തിലുള്ള 221 നമ്പർ വീട്, അതൊരു മ്യൂസിയമാണ്. അപ്പോൾ ഈ ക്ലൂകളിൽ നിന്ന്, വളരെ വൈഡായ ക്ലൂകളിൽ നിന്നാണല്ലോ ഹോംസ് പലപ്പോഴും ഉത്തരത്തിലേക്ക് എത്തുന്നത്. അതുപോലെ മത്സരിക്കുന്നവരെയും ഈ സൂചനകളിൽ നിന്ന് ഉത്തരത്തിലേക്ക് എത്തുന്ന അനാലിറ്റിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ആദ്യം ഒരു സെഗ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് ഈ ആദ്യത്തെ സെഗ്മെൻറ്റിൽ ഞാനല്ല ഗ്രാൻഡ് മാസ്റ്റർ, ബിജിപാൽ താങ്കളാണ് ഗ്രാൻഡ് മാസ്റ്റർ. താങ്കൾ ഗ്രാൻഡ് മാസ്റ്ററായി കണ്ടെത്തേണ്ടത് പക്ഷേ എസോർണോ എന്ന് ചോദിച്ച് ബുദ്ധിമുട്ടുണ്ട്. 5 ക്ലൂസ് വളരെ ഫേമസ് ആയ ഒരാളിനെക്കുറിച്ച്, എന്നാൽ ഒരല്പം കൗശലം ഉള്ള, അത്ര ഫേമസ് അല്ലാത്ത ക്ലൂകളാണ് തരിക. ഒരു കുറ്റവാളി അത്ര സുഗമമായ തെളിവുകൾ അവശേഷിപ്പിക്കില്ല. താങ്കളെന്ന ഷെർലക് ഹോംസ് ഒരു അപസർപ്പകൻ്റെ മനസ്സോടെ ഈ സൂചനകൾ മനനം ചെയ്ത് 5 സൂചനകൾക്കുള്ളിൽ, ആദ്യമേ തോൽവി സംഭവിച്ച കുഴപ്പമുണ്ടോ? ഇല്ല, 5ാമത്തെ സൂചനയിൽ താങ്കൾ ഇത് കണ്ടെത്തുമെന്ന് തന്നെയാണ്, എല്ലാം കോറിലേറ്റ് ചെയ്ത് ചിന്തിച്ചാൽ കണ്ടെത്തണം എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. കണ്ടെത്തും തീർച്ചയായും. ആരംഭിച്ചാലോ? ഉറപ്പായും. ചിലർ വാക്കുകൾ കൊണ്ട് ചിരിക്കും, ചിലർ ചുണ്ടുകൾ കൊണ്ട് ചിരിക്കും, ചിലർ കണ്ണുകൾ കൊണ്ട് ചിരിക്കും. ഇനി ചിലരാകട്ടെ ചിരിക്കുന്നത് ഹൃദയം കൊണ്ടാണ്, സംസാരിക്കുന്നതും ഹൃദയം കൊണ്ടാണ്. കാരണം മുഖപടങ്ങൾ അവർക്കുണ്ടാകില്ല. മുഖപടമില്ലാത്ത ഈ സുഹൃത്തിന്, സുതാര്യമായ ഈ വ്യക്തിത്വത്തിന്, മികച്ച ഈ പ്രതിഭാശാലിക്ക് സ്വാഗതം ആദ്യ സെഗ്മെൻറ്റിലേക്ക്. ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. ബിജി കണ്ടെത്തേണ്ട വ്യക്തിയെക്കുറിച്ചുള്ള ഒന്നാമത്തെ സൂചന, അത് കേൾക്കുമ്പോൾ എന്നെ തല്ലും, കാരണം അതൊരു വല്ലാത്ത സൂചനയാകും ചിലപ്പോൾ. കോഡ് ഓഫ് റെഗുലേഷൻസ് ആൻഡ് സെൻസസ്. ഇല്ല, രണ്ടാമത്തേലേക്ക് പോകാം. ഞാൻ പറഞ്ഞല്ലോ എന്നെ തല്ലും. രണ്ടാമത്തെ സൂചനയിലേക്ക് പോകുന്നു.
രണ്ടാമത്തെ സൂചന, ആദ്യത്തെ സൂചനയിൽ ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ 1 കോടി രൂപയ്ക്ക് വേണ്ടി അശ്വമേധം കളിക്കാം. സാധാരണ 1000-ൽ നിന്ന് 1 കോടിയിലേക്കാണ്, ഇത് 1 കോടിയിൽ നിന്ന് താഴേക്കാണ്. അടുത്ത സൂചന 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടി അശ്വമേധം കളിക്കാൻ. തൃപ്പാപ്പൂർ മൂപ്പൻ. ഇതെല്ലാം ഒരാളെക്കുറിച്ചുള്ള ഒറ്റയാളെക്കുറിച്ചുള്ള വിവിധങ്ങളായ സൂചനകളാണ്. ആദ്യത്തേത് കോഡ് ഓഫ് കോണ്ടെക്സ്റ്റ്, കോഡ് ഓഫ് റെഗുലേഷൻസ്. അടുത്ത ക്ലൂ തന്നെ. മൂന്നാമത്തെ ക്ലൂ. അത് ഭയങ്കര കടുപ്പമാണ്. ഏപ്രിൽ 16, 1813 ജനിച്ചത്. തൃപ്പാപ്പൂർ മൂപ്പൻ 813. നാലാമത്തെ സൂചന തരാം. നാലാമത്തെ സൂചന യൂണിവേഴ്സിറ്റി കോളേജ്, തിരുവനന്തപുരം മൃഗശാല. ഒരു പാട്ട് കേൾക്കാം. അഞ്ചാമത്തെ സൂചന. ഒരു പാട്ട് കേട്ടാലോ? ഇത് കേൾക്കാം. ഇതാ വിജിയുടെ ഹൃദയത്തിൽ വളരെ ഇഷ്ടത്തോടെ, വളരെ ആദരവോടെ നിറഞ്ഞു നിൽക്കുന്ന ആ വ്യക്തിയെ കണ്ടെത്തുവാൻ അദ്ദേഹത്തിൻ്റെ തന്നെ ഈ സൃഷ്ടി കേൾക്കാം. ആരെയുമൊക്കെ തൻ്റെ സവിധത്തിൽ ആശ്ലേഷിച്ച ആ മനുഷ്യൻ ആരാണ്? സ്വാതി തിരുനാളാണ്. മഹാനായ കോഡ് ഓഫ് റെഗുലേഷൻസും സെൻസസും ആരംഭിച്ചത് സ്വാതി തിരുനാളാണ്. തൃപ്പാപ്പൂർ മൂപ്പൻ എന്ന പദവി സ്വാതി തിരുനാളിന്. മൂന്നാമത്തേത് ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു. നമ്മുടെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ്, മൃഗശാല, ഇതൊക്കെ സ്ഥാപിച്ചത് സ്വാതി തിരുനാൾ. അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഒരുപാട് ഹിന്ദി കീർത്തനങ്ങളിൽ, പ്രശസ്തമായ കീർത്തനങ്ങളിൽ ഒന്നാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഉത്തരമാകും. സ്വാതി തിരുനാൾ ശരിയായ ഉത്തരമാണ്. ശ്രീ ബിജിപാൽ അശ്വമേധത്തിൽ ഏർപ്പെടും. അതിനു മുൻപ് അനീഷ, പ്ലീസ്, താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തികളെക്കുറിച്ച് എഴുതിയ ആ പത്രിക ഈ കുട്ടിയുടെ കയ്യിൽ കൊടുക്കാം. അവിടെ അപ്രൂവൽ ഫോർമാലിറ്റി നടന്നോട്ടെ. ഒരു പാട്ട്. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നേരിൽ വീഴും പൂക്കൾ, ഓളങ്ങൾ തൻ ഏതോ തേരിൽ പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ, അലയുകയല്ലോ. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നേരിൽ വീഴും പൂക്കൾ. പ്രണയം ഒരുമിച്ചിരിക്കുന്ന രണ്ട് മനുഷ്യർ തമ്മിൽ മാത്രമല്ലല്ലോ, അതിൻ്റെ ഏറ്റവും മഹത്തായ മാതൃക കൂടിയാണ് താങ്കൾ. ഉജ്ജ്വലയായ കലാകാരി, മികച്ച നർത്തകിയൊക്കെയായിരുന്നു ശാന്തി. മരണത്തിൻ്റെ മഹാകാലത്തിലേക്ക് ദൗർഭാഗ്യത്തിൻ്റെ രൂപത്തിൽ ശാന്തി മടങ്ങിപ്പോയിട്ടും ഞാൻ പലപ്പോഴും ആദരവോടെ ഓർമ്മിക്കാറുള്ളത്, ശരീരം അകന്നുപോയി എന്നുള്ളത് കൊണ്ട് ആളില്ലാതാകുന്നില്ല എന്നുള്ള താങ്കളുടെ പ്രണയപൂർണമായ കാഴ്ചപ്പാടുണ്ടല്ലോ, അത് വല്ലാതെ കണ്ട് ഞാനടക്കമുള്ള എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ ഇങ്ങനെ ആകണം മനുഷ്യർ എന്ന് ഓർമ്മിപ്പിക്കാറുണ്ട്. സ്നേഹം, ആ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. നമുക്ക് ആരംഭിക്കാം. ശ്രീ ജോ ആൻ്റണി, ശ്രീ ബിജിപാൽ മനസ്സിൽ വിചാരിച്ച വ്യക്തിയുടെ പേര് അംഗീകരിക്കുന്നു. അപ്രൂവ്ഡ്. ഇനിയിപ്പോൾ പക്ഷേ ഈ ഉത്തരം സ്വാതി തിരുനാളിൻ്റെ കണ്ടെത്തുന്നത് പോലെ സൂചനകളുടെ ഉത്തരം കണ്ടെത്താനുള്ള ഭാരം അങ്ങേക്കില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു പാട്ടൊക്കെ പാടാം. സംഗീതം ഗ്രേ മാറ്ററിനെ എൻഹാൻസ് ചെയ്യുമെന്ന് പറയുന്നത് ശരിയല്ലേ? ചിന്താശേഷിയെ വർദ്ധിപ്പിക്കുമെന്നല്ലേ പറയാറുള്ളത്? ചിന്താശേഷിയെ പറയുമ്പോൾ, കാരണം അത് ഒരു സാധനയാണല്ലോ. സംഗീതം ഒരു ഐഡന്റിഫൈ ചെയ്യാൻ പാടുന്ന അല്ല, കേൾക്കുന്നവൻ്റെ ഉറപ്പായിട്ടും അങ്ങനെ കേൾക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കൊരു കൺഫ്യൂഷൻ വരുമ്പോഴൊക്കെ ഞാൻ അങ്ങോട്ട്, പക്ഷെ താങ്കൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും വേണ്ടി തീർച്ചയായും. ദേശീയ അവാർഡ് കിട്ടിയ പാട്ട് അത് പശ്ചാത്തല സംഗീതത്തിനാണ്. കളിയച്ഛൻ എന്ന് പറയുന്ന പടമായിരുന്നു. കുഞ്ഞിരാമൻ നായരുടെ ജീവിതം അവസാനപ്പെടുത്തിയിട്ടുള്ളത്. അതും പ്രണയമാണ്. നോക്കൂ, എന്നോടൊരിക്കലും ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ അറിവിൽ ഏറ്റവും തീക്ഷ്ണമായ പ്രണയം 5 പ്രണയം പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പേരുകളിൽ ഒന്ന് പി കുഞ്ഞിരാമൻ നായരും നിളാനദിയും തമ്മിലുള്ള പ്രണയമെന്നായിരുന്നു.
ഭാരതപ്പുഴയെ ഇത്ര കണ്ട് പ്രണയിച്ച മറ്റൊരു മനുഷ്യനില്ല. അദ്ദേഹത്തിന് വേറെ ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു നിരന്തര പ്രണയിയായിരുന്നു. പക്ഷേ ഭാരതപ്പുഴയിൽ മുങ്ങി താണ് ഇരിക്കുക അത്രേ. അതെ അതെ. ആരംഭിക്കാം. ഏറെ പ്രിയങ്കരനായ ശ്രീ ബിജിപാലിനോടൊപ്പം ആരംഭിക്കുന്നു. വലിയ പ്രതീക്ഷയുണ്ട് പോകുന്നതിന് മുൻപ് ഞാൻ എഴുതിയ 4 വരികൾ ബിജി പാടുമെന്ന്. സ്നേഹം, ആദരവ്, ഇഷ്ടം, ആരാധന, യാഗം. ബിജി, താങ്കൾ വിചാരിച്ച വ്യക്തി ഒരു പുരുഷനാണോ? അല്ല. അല്ല. ഇന്ത്യൻ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. മലയാളി? ആണ്. 50 വയസ്സിന് മുകളിൽ പ്രായം? ഉണ്ട്. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? അല്ല. അല്ല. മതപരം, ആധ്യാത്മികം, സാമൂഹ്യ പ്രവർത്തനം ഇതിലൊന്നാണോ? അതെ. അതെ. മതപരം, ആധ്യാത്മികം? അല്ല. അല്ല. തെക്കൻ കേരളം, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾ? അതെ. ആണ്. തിരുവനന്തപുരം ജില്ല? അല്ല. അല്ല. 10 ചോദ്യം. എന്താണ് സാർ? ആ ജില്ലകളൊന്നുകൂടി ഒന്ന് പറയണം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ. അതല്ലാതെയും ഉണ്ടല്ലോ അല്ലേ? തെക്കൻ ജില്ല എന്ന് പറയുന്നത്. അല്ല, തെക്കൻ ഇതാണ്. മറ്റേത് മധ്യ കേരളമാണ്, കോട്ടയം, ഇടുക്കി, എറണാകുളം. ആണോ? അപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്യേണ്ടി. തെക്കനല്ല. അപ്പോൾ തിരുവനന്തപുരം ചോദ്യം ഞാൻ പിൻവലിക്കുന്നു. തെക്കൻ അല്ലെങ്കിൽ ആ ചോദ്യം. അതെ, കറക്റ്റ്. എറണാകുളം ജില്ല? അല്ല. അല്ല. 10 ചോദ്യങ്ങൾ, യജ്ഞം. ഇനി 11 ചോദ്യങ്ങൾ കൂടിയുള്ളൂ. ഒരിടത്തും എത്തിയിട്ടില്ല. 2 വരി കേട്ടാൽ ഒന്നുകൂടി ഒന്ന് ഉണരാം. ഉറപ്പായിട്ടും. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി. മലയാളക്കരയുടെ മടിശീല നിറയ്ക്കണ നലമേറും നാടല്ലോ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി. ഇടുക്കിയാണോ ജില്ല? അല്ല. കോട്ടയം ജില്ല? ആ. ആണ്. കേരളത്തിനകത്താണോ ജീവിക്കുന്നത്? അല്ല. ഒന്ന് പറയാം. ജനിച്ചത് കേരളത്തിലാണ്? അതെ. അവരുടെ പ്രധാന പ്രവർത്തന മേഖലയുടെ ആസ്ഥാനം ദക്ഷിണേന്ത്യയിലാണ്? സൗത്ത് ഇന്ത്യ? കേരളം, തമിഴ്നാട്, കർണാടക? അല്ല. 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 ഇന്ത്യയിലാണോ? ഇന്ത്യയിലാണ്. 16 ചോദ്യങ്ങൾ. ഉത്തരത്തിലേക്ക് ഇനി 5 ചോദ്യങ്ങൾ മാത്രമാണ് എനിക്ക് ആനുകൂല്യം. രാജസൂയം. താങ്കൾ വിചാരിച്ച വ്യക്തി അൽബേനിയയുടെ തലസ്ഥാനമായ ടിറാനയിൽ നിന്നും 30ഓളം കിലോമീറ്ററുകൾ അകലെയുള്ള സ്കോപ്ചെ എന്ന ചെറുപട്ടണത്തിൽ ജനിച്ച വ്യക്തിയുമായി ഏതെങ്കിലും രീതിയിൽ പിന്തുടർച്ചാ ബന്ധമുള്ള ഒരാളാണ്? ആ വ്യക്തിയെ താങ്കൾ പറയേണ്ടി വരും. ലൈഫ് ലൈൻ. അൽബേനിയയ്ക്കും യുഗോസ്ലാവിയയ്ക്കും ഇടയിലുള്ള സ്കോപ്ചെ. പിന്തുടർച്ച എന്ന് പറയാൻ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ആളാണോ? ബന്ധമുണ്ട്, അത്രേ ഉള്ളൂ. ആ സ്ഥാപനവുമായി ബന്ധമില്ല. അല്ല. പിന്തുടർച്ച എന്ന് പറയുന്ന വാക്കില്ല. തെറ്റാണ്. ഞാൻ സിസ്റ്റർ നിർമ്മലയാണോ എന്നറിയാനാണ് ചോദിച്ചത്. മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റീസിൻ്റെ സിസ്റ്റർ നിർമ്മലയാണോ എന്നറിയാനാണ് ചോദിച്ചത്. അല്ല. താങ്കൾ വിചാരിച്ച വ്യക്തി കേരളത്തിൽ വന്നിട്ടുണ്ടോ? പിന്നെ ഉണ്ട്. താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പേര് മറ്റുള്ളവർക്കുണ്ടാകണം എന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉറപ്പായും. ഒരു പാട്ട്. ഞാൻ ഇതിലേക്ക് വരാൻ ഞാൻ പറഞ്ഞില്ല ഉത്തരം. ഓക്കെ. ഇപ്പോൾ പ്രണയ് ചതോപാധ്യായ എന്നൊക്കെ ഞാൻ പറയും എന്ന് അവർക്ക് ആളുകൾക്ക് ഏറെക്കുറെ മനസ്സിലായി. പ്രണയ് ചതോപാധ്യായ എനിക്ക് പിടികിട്ടിയെന്ന്. അങ്ങനെയല്ലേ നിഷ? പക്ഷെ അതിനെ എല്ലാവർക്കും പ്രണയം ഉണ്ടാകണമെന്നൊക്കെ അല്ലേ? പക്ഷെ അതിന് വളം കൊടുക്കാൻ ഒരു 2 വരി പാടാം.
കബീറിൻ്റെ ദോഹയാണ്. അത് ദാസ് സാറ് ഹിന്ദി പാട്ടിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി ആയിട്ട് പാടിയാണ്. പോധി പട് പട് ജഗമുവാ പണ്ഡിത് ഭയാനകോ ढाई अक्षर प्रेम का पढ़े सुपंडित हो. വിദേശത്ത് ജനിച്ച് ഇന്ത്യയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി പണ്ട് സിസ്റ്റർ നിവേദിത. അതെ. തമിഴ്നാട്ടിൽ ജനിച്ചുവെങ്കിലും പ്ലാച്ചിമട സമരത്തിൻ്റെ പ്രക്ഷോഭത്തിലേക്ക് മൈലമ്മയും മാറി. ജനനം കൊണ്ട് കേരളമാണെങ്കിലും ഉത്തരഭാരതത്തിൻ്റെ ഉൾഗ്രാമങ്ങളിൽ കയ്യൊപ്പ് പതിപ്പിച്ചു താങ്കൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യർക്ക് അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട ചില വികാരങ്ങളുണ്ട്. പക്ഷെ ആ വികാരം ഉണ്ടാകേണ്ടത് ഒരിക്കലും സഹതാപത്തിൽ നിന്നാകരുത് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. മറിച്ച് അത് അപരനല്ല, അപരരില്ല. ഞാനും അതും എന്ന, ഞാനും അപരനും എന്ന രണ്ടില്ല, നമ്മൾ എന്ന ഏകത്വം മാത്രമേ ഉള്ളൂ എന്നതിൽ നിന്നാകണം ഏത് മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ദയ ജനിക്കേണ്ടത്, കരുണ ജനിക്കേണ്ടത് എന്ന് ഞാൻ കരുതുന്നു. ദയാബായി ആണോ മനസ്സിൽ? അതെ. ദയാബായി മധ്യപ്രദേശിലെ ആദിവാസികളുടെ ഉന്നമനത്തിനായി കഴിഞ്ഞ 50 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന മലയാളിയായ സാമൂഹിക പ്രവർത്തകയാണ് ദയാബായി എന്ന മേഴ്സി മാത്യു. അവരുടെ സാമൂഹിക പ്രതിബദ്ധതയും പ്രസംഗങ്ങളും സത്യാഗ്രഹങ്ങളും ആദിവാസികൾക്ക് വേണ്ടി സ്കൂളുകൾ തുടങ്ങുന്നതിനായി പ്രാദേശിക തലത്തിൽ നടക്കുന്ന ഇടപെടലുകളും മധ്യപ്രദേശിലെ ഉൾഗ്രാമങ്ങളിലെ ദളിത് ആദിവാസി വിഭാഗത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു. എനിക്കൊരു സമ്മാനം ഉറപ്പായിട്ടും തരാമെന്ന് വെച്ച് പറഞ്ഞിരുന്നു. ഉറപ്പായിട്ടും. വളരെ ആകസ്മികമായി ഞാൻ ഒരു രാവിലെ കുറിച്ച് വാട്സാപ്പിൽ അയച്ചിട്ട് ആണ്. അത് രസമായിരുന്നു ആ ഒരു സന്ദർഭത്തിൽ. പക്ഷെ അതിലെ മറ്റു കവിത പാട്ടുകൾ എഴുതിയത് ഒന്ന് മുരുകൻ കാട്ടാക്കട എഴുതി ശ്രീ ജയചന്ദ്രൻ ആലപിച്ച പാട്ടാണ്. അതും താങ്കൾ തന്നെയാണ് സംഗീത സംവിധാനം ചെയ്തത്. പിന്നെ വിനീത് പാടിയ പാട്ട് ആണ് മറ്റൊന്ന്, വിനീത് ശ്രീനിവാസൻ പാടിയത്. അത് രണ്ടിനും വളരെ വല്ലാത്ത ജോണറുകളിലുള്ള, അത് വളരെ ഫാസ്റ്റായ ഒരു പാട്ടാണ് വിനീത് പാടിയത്. അതെ, ഇതെനിക്ക് ഓർമ്മയുണ്ട് വാട്സാപ്പിൽ അയച്ചു തന്നത്. ശരിക്കും ആ സിറ്റുവേഷനോട് നേരിട്ടല്ല ആ കവിതയ്ക്ക് ബന്ധം. അല്ലേ? അത് വേറൊരു ഒരു ഒരു പ്രകൃതിയുടെ ഒരു മൂഡിലുള്ളതിനെ ബന്ധിപ്പിക്കുകയായിരുന്നു. മാനം കറുത്തു വരുന്നേ, മഴ നീറിപ്പിടഞ്ഞു വരുന്നേ, പാറിമാറിക്കോ പൂമ്പാറ്റെ, നിന്റെ വർണ്ണച്ചിറകറ്റു പോകും ഈ സ്വർണ്ണക്കുറികളും മായും. മാനം കറുത്തു വരുന്നേ, മഴ നീറിപ്പിടഞ്ഞു വരുന്നേ, പാറിമാറിക്കോ പൂമ്പാറ്റെ, നിന്റെ സ്വർണ്ണച്ചിറകറ്റു പോകും വർണ്ണക്കുറികളും മായും. താങ്ക് യു ബിജി, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. അനിഷ പ്ലീസ്. ബിജി, എനിക്ക് തോന്നുന്നു ഈ അശ്വമേധത്തിൻ്റെ ഈ സീസണിൽ എനിക്കുള്ള കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം എഴുതിയ പാട്ട്, അത് സംഗീത സംവിധാനം ചെയ്ത് ആലപിച്ച ഗായകൻ ഒപ്പമിരുന്ന് പാടുക എന്ന് പറയുന്നത് ഒരു ആഹ്ലാദകരമായ ഒന്നാണ്. പ്രേക്ഷകർക്ക് വേണ്ടി ബിജി നിരവധി ഗാനങ്ങൾ ആലപിച്ചു. പിരിയുന്നതിനു മുൻപ് ഈ വിജ്ഞാനയാത്രയിൽ ഈ അറിവിൻ്റെയും സ്നേഹത്തിൻ്റെയും ഈ കവിയരങ്ങിൽ ഒരു 4 വരി കവിത ചൊല്ലി ബിജി ഇന്ന് സീ ഓഫ് ചെയ്യുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റഫീഖിൻ്റെ ഒരു കവിത ഞാൻ തന്നെ ഈണമിട്ട് ഒരു 2 വരി പാടും. തിരമാലയാണു നീ, കടലായ ഞാൻ, നിന്നെ തിരയുന്നതെത്ര മേലർത്ഥശൂന്യം. മുകിലാണു ഞാനതിൻ മഴയായ നിന്നിൽ ഞാൻ തിരയുന്നതിന്നേതൊരാത്മസത്യം. തിരമലയാണ്, തിരമലയാകണം നമ്മൾ. തിരമാല ഇങ്ങനെ ഉയർന്നു വരും, പക്ഷേ പിൻവാങ്ങുന്ന തിരമാല താഴെ
കുഴികളിലേക്കാണ് പതിക്കുക. താഴേക്ക് പോകുന്ന കുഴിഞ്ഞു പോകുന്ന തിരമാലകൾ തിരിച്ചു വരാതിരിക്കുന്നില്ലല്ലോ. ഓരോ ട്രഫിനും ശേഷം പിന്നീട് തിരികെ വരുന്നു, ഉയർന്നു തന്നെ വരുന്നു തിരമാലകൾ. മനുഷ്യർ തിരമാലകളാകട്ടെ, സ്നേഹത്തിൻ്റെ തിരമാലകളും സ്നേഹത്തിൻ്റെ തിരയൊച്ചകളും അവൻ്റെ വാക്കിലുണ്ടാകട്ടെ, സ്വപ്നങ്ങളിലും ഉണ്ടാകട്ടെ. ഇത് ബിജിപാൽ, സ്നേഹം. ഗുഡ് ബൈ ഫ്രം GS പ്രദീപ്. നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kairalitv.in.